അന്ന് കിട്ടുന്ന പൈസക്ക് വില കൂടുതലായിരുന്നു. കാരണം വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. അങ്ങനെ പള്ളിക്കകത്ത് പോയി ജുമയ്ക്ക് വന്നവിടെ മുന്നിൽ കൈനീട്ടിയിട്ട് കോളേജിൽ പോയിട്ടുണ്ട് ഞാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ അസ്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമിനെ വലിയൊരു ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ മുത്തവല്ല അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ നാടിന്റെ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായി അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അങ്ങനെ തന്നെ ദുആ ചെയ്യണം. കാരണം ഇന്ന് പണവും പദവിയൊക്കെ വരുമ്പോ പലരും പള്ളി അല്ലെങ്കിൽ ദീനീ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നിന്ന് മാറി പുതിയ പുതിയ ആശയങ്ങളിലേക്ക് പോവുകയാണ്. ഉസ്താദുമാരെ തള്ളിക്കളഞ്ഞു, ഗുരുനാഥന്മാരെ ചവിട്ടി തേച്ചു, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ചു, പല രീതിയിലേക്കും പോവുകയാണ്. അല്ലാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. അപ്പോ ചേർത്തുകൊണ്ട് മുടക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലയംദഹിയന്ന അഖ്വാമുൻ വദഇഹുൽ ജുമുഅ. ജുമുഅകളെ ചേർത്തുകൊണ്ട് മുടക്കുന്നത് സമുദായം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? യഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിക്കും. അവിടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാണ്. യഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിക്കും. അവിടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാ. വള്ളക്കടവിൽ ഒരു പ്രിയപ്പെട്ട ഓട്ടോ ഓടിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ അല്ലേ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് വളരെ താല്പര്യത്തോടെ നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് വലിയ സന്തോഷമായിട്ട് ജീവിച്ച ആ പ്രിയപ്പെട്ട സഹോദരൻ പരിശുദ്ധ റമളാൻ മാസത്തിൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല. കാരണം നേരത്തെയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. നേരത്തെ ഓട്ടോ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ പല പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദെ ഞാനിനി ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല. കാരണം സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോ വണ്ടിക്കകത്ത് വന്നു കയറുന്ന പെൺകുട്ടികളെ വസ്ത്രധാരണം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങോട്ട് നോക്കിയാൽ നോമ്പ് പോവും, ഇങ്ങോട്ട് നോക്കിയാൽ നോമ്പ് പോവും, സർവ്വതും നഷ്ടമാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പെരുന്നാളിന്റെ സമയമായപ്പോ വന്ന് പറഞ്ഞു, ഉസ്താദെ കഴിയുന്നില്ല. എല്ലാ വർഷവും എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ വസ്ത്രമെടുത്തു കൊടുക്കാറുണ്ട്, ഭാര്യക്ക് ഡ്രസ് എടുത്തു കൊടുക്കാറുണ്ട്. അടിച്ചു പൊളിച്ചു നടന്ന സമയമാണെങ്കിലും പെരുന്നാളിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ വർഷം എന്റെ കയ്യും കാലും ഇറക്കുകയാണ്. പെരുന്നാളിന് ഒരു 10,000 രൂപയെങ്കിലും പൈസക്കെടുക്കാറ് എന്റെ മക്കൾക്ക് ഡ്രസ് എടുത്തു കൊടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പോയിട്ടില്ല. റമദാനിൽ പേടിയാണ് എന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണെന്ന് പറഞ്ഞു പോലെങ്കിലും സഹോദരങ്ങളെ, മാറ്റമുണ്ടാക്കാൻ കഴിയും ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാക്കാൻ കഴിയും സഹോദരാ. വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിക്കകത്ത് കയറിയത് കൊണ്ട് എന്ത് നഷ്ടമാണ് എന്റെ സഹോദരാ നിനക്ക് വരാൻ പോകുന്നത്. പള്ളിക്കകത്ത് ചെന്നിരുന്നു കൊണ്ട് സൂറത്തിൽ കഴപ്പെടുത്തു വെച്ചോരാ എത്ര ചെറുപ്പക്കാര് മനസ്സ് വെക്കുന്നുണ്ട്. പെരുങ്കുളത്ത് വന്ന മുസ്ലിം ചെറുപ്പക്കാരോട് പറയുകയാ, നിർബന്ധമാക്കണം ചെറുപ്പക്കാരാ, ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ സൂറത്തിൽ കഴപ്പ് മുടക്കൂല. അല്ലാഹ് തീരുമാനിക്കണം സഹോദരാ. ഓരോ വെള്ളിയാഴ്ചയും പള്ളിക്കകത്ത് ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് കഴിയുമല്ലോ സൂറത്തുൽ കഹ്ഫ്. എന്തോ ഒരു ശ്രേഷ്ഠതയാണെന്നറിയോ? അതിന്റെ നന്മ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാവതാത്തത്. വെള്ളിയാഴ്ച പള്ളിക്കകത്ത് വന്ന് സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ഓതിയാൽ ഒരുപാട് നേട്ടമാണ് മുസ്ലിം ചെറുപ്പക്കാരാ. യുവാക്കളെ ഇതിലെ എന്ന് ഞാൻ നിങ്ങൾക്ക് വഴിവെട്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നു. സൂറത്തുൽ കഹ്ഫ് ഇല്ലാതെ നിങ്ങളെ എങ്ങനെയാണ് നന്മയിലേക്ക് വിളിക്കാൻ കഴിയുന്നത്? ഒരു വിഭാഗം ചെറുപ്പക്കാരന്റെ കഥയല്ലേ, അസ്ഹാബുൽ കഥയല്ലേ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുന്നത്? അക്രമിയായ രാജാവിൽ നിന്ന് രക്ഷ നേടാൻ ഹിദായത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓട്ടം നടത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കഥയല്ലേ? അത് പെരുങ്കുളത്തെ മുസ്ലിം ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അത് പെരുങ്കുളത്തെ മുസ്ലിം ചെറുപ്പക്കാരൻ വായിക്കണ്ട്, അത് ഓതികിട്ട് പൊട്ടിക്കരയുണ്ട്. അല്ലാതെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ വിജയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവന്റെ പടം കണ്ട് കൈയടിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സൂറത്തുൽ കഹ്ഫാണ് മുസ്ലിം ചെറുപ്പക്കാരന്റെ ആഘോഷം എന്ന് പറയുന്നത്. നിന്റെ മുൻഗാമികളാണവര്, വടിവെട്ടി തെളിച്ചു നിന്നവരാണവര്, ഉദായത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വിപ്ലവ പോരാട്ടം നടത്തിയവരാണവര്. അവരെ മറന്നുപോവല്ല ചെറുപ്പക്കാരാ. എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ വന്ന് ഓതണം. അടുത്ത വെള്ളിയാഴ്ച വരെ പൈശാചിക സ്പർശനം നിനക്കുണ്ടാവൂല. അപ്പൊ 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ അല്ലാഹു സ്വീകരിക്കും. ജുമുഅ മുടക്കുക എന്ന് പറഞ്ഞാൽ ഖുതുബയ്ക്ക് മുമ്പ് പള്ളിയിലെത്തണം. വാളെടുത്ത് കൊടുക്കും.
അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വഈദുൽ മസാഖീർ എന്ന് പറഞ്ഞ് വാളെടുത്ത് ഖത്തീബിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറി സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് സൂറത്തുൽ കഹ്ഫും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അവർക്കാണ് ജുമുഅ കിട്ടുന്നത്. അല്ലാതെ ഇമാം മിമ്പറിൽ കയറുന്ന സമയത്ത് പോലും പള്ളിയുടെ പുറത്ത് വന്ന് ഉപ്പാപ്പാടം ഈസാങ്കലിന്റെ കാലം കയറ്റി വെച്ച് തുടഞ്ഞുകൊണ്ട് ഫോണെടുപ്പ് ചെവിയിൽ വെച്ച് ബിസിനസിന്റെ കമ്പ്യൂട്ടറിന്റെ വസ്തു കച്ചവടത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ജുമുഅയില്ല. അറബി ഖുത്ബ ഓതുന്ന പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം, എന്നാലും ജുമുഅ കിട്ടുള്ളൂ. അല്ലാതെ അല്ലാഹു ബടാഹേ എന്നൊക്കെ പറഞ്ഞു കയറി പ്രസംഗിക്കുന്നവന്റെ ഖുത്ബ ഓതുന്നതിന്റെ മുമ്പ് പോയി കയ്യും കെട്ടി ഉള്ള ജുമുഅ ബാത്തിലാക്കി കളയരുത്. നഷ്ടമാണ് സഹോദര, നഷ്ടമാണ്. ഇതൊക്കെ എന്നാ തുടങ്ങിയത്, എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ തന്നെ കണക്കാക്കിയും അത് കണക്ക് ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അടുക്കും ചിട്ടയുമുള്ള പള്ളിയിൽ പോയി കൃത്യമായി നിസ്കരിച്ച് സന്തോഷമായിട്ട് ഉള്ള ഖുത്ബയും ജുമുഅയൊന്നും കളയാതെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹിദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കുമ്പോ ഒരു ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. ഈമാൻ കൊണ്ട് അല്ലാഹു സീൽ വെച്ചവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് എവിടെയാ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പിതാവിന്റെ തല വെട്ടിയെടുത്തു കൊണ്ടുവന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. അറിയില്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ? ഒരു പിതാവിന്റെ തല വെട്ടിയെടുത്ത് പുന്നാര നബി തങ്ങളുടെ മുമ്പ് കൊണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കഥയറിയില്ലേ? എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആവേശമുണ്ട്, സ്വലാത്തിന് ആവേശമുണ്ട്, സന്തോഷമാണ്. പടച്ചവരെ, റാഹത്തോടുകൂടി സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങള് മദീന കാണാതെ മരിപ്പിക്കല്ല അല്ലാ. 27 രാവിലെ വിളിക്കുന്നത് മദീനയുടെ മുറ്റത്തിരുന്ന കരുനാഗപ്പള്ളിയിലെ അബ്ദുസത്താർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദേ, എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു അവസാന 10 ദിവസം 5 ദിവസം മക്കത്ത്, 5 ദിവസം മദീനത്ത്. അതുപോലെ ഇപ്രാവശ്യം എനിക്ക് വിസ കിട്ടിയിരിക്കുകയാണ്. 5 ദിവസം മക്കയിലായിരുന്നു, വലിയ റാഹത്തായിരുന്നു. ഇനിയുള്ള 5 ദിവസം ഉസ്താദേ ഞാൻ മദീനത്താണ്. ഇന്ന് 27 രാവാണ്. അസ്ർ കഴിഞ്ഞപ്പോ വെട്ടിക്കരന്നുകൊണ്ട് ആ സഹോദരൻ പറയുന്ന മദീനത്താണ്. സൂചി കുത്താനിടമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ എന്തോരം ജനത്തിരക്കാണ് ഉസ്താദേ. ഇന്ന് നേരം പുലരുന്നത് വരെ എന്റെ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ലൈലത്തുൽ ഖദർ ചോദിക്കുമെന്ന് പറഞ്ഞു പോയ ആ ചെറുപ്പക്കാരൻ റമളാൻ എല്ലാ മാസവും റമളാനായിരുന്നെങ്കിലും അറിയാതെ കൊതിച്ചു പോകുന്ന മദീന കണ്ടപ്പോലെന്ന് പറഞ്ഞു പോരെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ അവിടെ എത്തിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം ഉംറയ്ക്ക് പോയവരിവിടെയുണ്ട്, ഹജ്ജിന് പോയവരിവിടെയുണ്ട്. അല്ലാഹുവേ, അത് മുഴുവനും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീയത്ത് വെക്കണം ചെറുപ്പക്കാരാ, ആഗ്രഹം വെക്കണം ചെറുപ്പക്കാരാ. നമുക്ക് പോകണം, മദീനത്ത് പോകണം, മക്കത്ത് പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നമ്മ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്തിന്റെ വീര്യം കുറയണ്ട. മദീനയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ റസൂലിനെ കുറ്റപ്പെടുത്തിയപ്പോ, പ്രവാചകരെ കളിയാക്കിയപ്പോ, പ്രവാചകരെ ചീത്ത വിളിച്ചപ്പോ, പ്രവാചകരെ പരിഹരിച്ചപ്പോ സ്വന്തം ഉപ്പയാണ് മുമ്പ് വന്നുകൊണ്ട് ഇതുപോലെ വിളിച്ചു പറയുന്നതെന്ന് മനസ്സിലാക്കിയ അബൂ ബൈദാ റളിയല്ലാഹു തആല മുത്തു നബി തങ്ങളോട് പറയുന്ന, നബിയേ, എന്റെ വാപ്പ എങ്ങനെ ചീത്ത വിളിക്കുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ ഉപ്പ എന്നെ ശകാരിക്കുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മുത്തു നബിയേ, എന്റെ വാട് കൊണ്ട് ഞാൻ എന്റെ പിതാവിന്റെ തല വെട്ടിയെടുക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഉബൈദ, വേണ്ട. ആദ്യമായി നിന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ചത് നിന്റെ വാപ്പയാണ്. വിരൽ തുണ്ട് പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് പിച്ച വെച്ച് നടപ്പിച്ചത് നിന്റെ വാപ്പയാണ്. വാള് നിന്റെ കയ്യിലേക്ക് തന്നത് നിന്റെ വാപ്പയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉബൈദ എന്ന് പറയുന്നത് പറയട്ടെ, ക്ഷമയോടുകൂടി അവിടെ ഇരിക്കാൻ പറയുമ്പോ അബൂബൈദത്തിന്റെ ഉപ്പയുണ്ടല്ലോ, മാറുന്നില്ല. ഉപ്പ പറയുന്ന ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ മുഹമ്മദേ, നീ പ്രാന്തനാനടാ, നീ വൃത്തികെട്ടവനാനടാ. സഹിച്ചില്ല ചെറുപ്പക്കാരാ, സഹിച്ചില്ല ചെറുപ്പക്കാരാ. നമുക്കെന്താ റസൂലുള്ളാഹിയെ കുറിച്ചാരെന്ന് പറഞ്ഞാ നമുക്കെന്താ, അല്ലാഹുവിനെ കുറിച്ചാരെന്ന് പറഞ്ഞാ നമുക്കെന്താ? എന്റെ ചെറുപ്പക്കാരാ, എവിടെ കൊണ്ടുപോയി തലച്ചോറ് പണയപ്പെടുത്തി ചെറുപ്പക്കാരാ. പലിശ ഒരുപാട് തിന്നപ്പോ, ഒരുപാട് വ്യഭിചരിച്ചപ്പോ, ഒരുപാട് കണ്ണു കുടിച്ചപ്പോ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് ഓടി ഒളിച്ചു പോയോ ചെറുപ്പക്കാരാ? എന്റെ പൊന്നുപോലെ അബൂ ബൈദ റളിയല്ലാഹു അൻഹു ചാടി നിൽക്കുകയാ. ഊരി പിടിച്ച കയ്യിൽ വെച്ചുകൊണ്ട് നബി തങ്ങളോട് അനുവാദം ചോദിക്കുന്നില്ല.
കൊടുക്കില്ലല്ലോ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മുത്തുനബി അനുവാദം കൊടുക്കില്ലല്ലോ. ചാടി എഴുന്നേൽക്കുകയാ, ഉപ്പാടെ മുമ്പ് വന്നിട്ട് പറയുന്നു, ഉപ്പാ എന്റെ റസൂലുള്ള ഭ്രാന്തനാണെന്ന് പറഞ്ഞ, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു, ആ നാളുകൊണ്ട് ഇനി മുത്തുനബി നിങ്ങളെ ചീത്ത വിളിച്ച എന്റെ വാളുകൊണ്ട് അങ്ങയുടെ തലയോ വെട്ടിയെടുക്കുമെന്ന് പ്രിയപ്പെട്ട വാപ്പാടെ മുമ്പ് നെഞ്ചു വിരിച്ചുകൊണ്ട് പറയാൻ ആവേശം കാണിച്ച ചെറുപ്പക്കാർ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ജറാഹിന്റെ തല വെട്ടിയെടുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പ് കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചു കാണുന്നപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ നബിയേ അങ്ങ് തലതിരിക്കണ്ട നബിയേ, അങ്ങ് മുഖം തിരിക്കണ്ട നബിയേ. അബൂ ഉബൈദയുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാന്റെ സീൽ വെച്ചിരിക്കുകയാ നബിയേ. ഇതുപോലെ പറയണം ചെറുപ്പക്കാരാ, ഇതുപോലെ പറയണം ചെറുപ്പക്കാരാ. ഫേസ്ബുക്കിലൂടെ കണ്ട ചുണ്ടു ചുവന്ന പെണ്ണിന്റെ വെളുപ്പ് കണ്ടിട്ട് ആ പെണ്ണിന്റെ പിന്നാലെ ഈമാൻ നശിപ്പിക്കാൻ പോകണ്ട ചെറുപ്പക്കാരാ. വിദേശ രാജ്യത്തിൽ നിന്ന് കൂട്ടുകാരൻ കൊണ്ടുവരുന്ന നിറം മാറുന്ന ഫോറൻ കുപ്പിയുടെ കവർ കാണുമ്പോ അല്ലാഹുവിനെ മറക്കല്ല ചെറുപ്പക്കാരാ. ആരെങ്കിലും പണം തരാമെന്ന് പറയുമ്പോ, സുഖം തരാമെന്ന് പറയുമ്പോ, നാളിതുവരെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഒരു തുള്ളി വീതത്തുള്ളിയായി കടന്നു വന്ന് മാംസക്കട്ടയായി രക്തക്കട്ടയായി റോഹൂരി തന്ന് ആരോഗ്യം തന്ന് ഇഴഞ്ഞ് നടന്ന് ഓടിച്ചാടി വളർന്നു വന്ന അധികാരത്തിന്റെ പവറിലിരിക്കുന്ന ചെറുപ്പക്കാരാ, രാജാതിരാജനായ പടച്ചോട് മറക്കല്ല മോനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 4 ഹൃദയങ്ങളാ. അതിലൊന്നാമത്തത് പ്രകാശമുള്ള ഹൃദയമാ, രണ്ടാമത്തത് ഖൽബുന്നഖലഖു അടഞ്ഞുപോയ ഹൃദയമാണ്, അടഞ്ഞുപോയ ഹൃദയമാണ്.